പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് എപ്രകാരമാണ് ഫലപ്രദമായ പ്രാർത്ഥനാ ജീവിതം നയിക്കാനായിട്ട് സാധ്യമാകുന്നത്, ഇല്ലെങ്കിൽ എപ്രകാരമാണ് പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് പല പ്രാവശ്യങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല, ദീർഘനാളുകൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല. ഇതിനെല്ലാം ചോദ്യത്തിന് ഉത്തരം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുദ്ധ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. സങ്കീർത്തനങ്ങൾ 66:18 പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതി ഇരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അകൃത്യമുണ്ട് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി കിട്ടുകയില്ല. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരണം പ്രാപിക്കണം. പ്രാർത്ഥനയ്ക്കായി നാം കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, യേശുവേ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ, അകൃത്യങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ, ശരീരം കൊണ്ടെല്ലാം ചെയ്തു പോയ പാപത്തെ, അകൃത്യങ്ങളെ, ലംഘനത്തെ ക്ഷമിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പറയണം. എന്ന ശേഷമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ അകൃത്യമുണ്ടെങ്കിൽ ദൈവം കേൾക്കില്ലായിരുന്നു എന്ന് ദാവീദ് പറയുന്ന വാക്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമാകുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ വിശ്വാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവുമില്ല. അപ്പം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, മർക്കോസ് 11:24, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. നാം വിശ്വസിച്ചില്ല എങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നിരാശയുണ്ടാകും. പ്രാർത്ഥിച്ചിട്ട് ഫലമൊന്നും കിട്ടിയില്ലല്ലോ, ദൈവം കേൾക്കുന്നില്ലയോ എന്നൊക്കെ സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് സംശയിക്കാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യാചിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അത് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. ദൈവം ഉണ്ട് എന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. അപ്പം മൂന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്, മനുഷ്യൻ്റെ ഇഷ്ടമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമുക്ക് ദൈവവചനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ഇവിടെ ഇപ്രകാരമാണ് പറയുന്നത്, 1 യോഹന്നാൻ 5:14 പറയുന്നു, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം. ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയണമെങ്കിൽ ആ വ്യക്തിയോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകണം, ദൈവത്തോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകണം, യേശു കർത്താവിനോടുള്ള ഒരു ഇഷ്ടമുണ്ടാകണം. ആ ഇഷ്ടത്തോട് നമ്മൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിടുതലുകൾ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ പുള്ളിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധ്യമാകും. ദൈവത്തോടുള്ള ബന്ധമാണ്, ഒരു വ്യക്തിയോടുള്ള ബന്ധമാണ്. നമുക്ക് എത്രത്തോളം ആ വ്യക്തിയോടുള്ള ബന്ധത്തിനനുസരിച്ചിട്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമുക്ക് അനിഷ്ടത്തെ തിരിച്ചറിയാനായിട്ട് സാധ്യമാകുന്നത്. ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാണ്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധ്യമാണ്, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വേഗത്തിൽ ഞാൻ ഓട്ടിച്ച് പറയുന്നതിൻ്റെ കാര്യം, വേഗത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വളരെ ശക്തിയുണ്ട്. യോഹന്നാൻ 14:14 പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ ദൈവം നമുക്ക് ചെയ്തു തരും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ പറയണം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പിശാചന് നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. ആ പ്രാർത്ഥനയുടെ മുമ്പിൽ വലിയ വിടുതലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ തകർന്നു പോകാനിടയായിത്തീരും. യേശുവിൻ്റെ നാമം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടൻ്റെ പദ്ധതികൾ നമ്മൾ തകർന്നു പോകും. നമ്മൾ യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തടസ്സങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം കർത്താവ് മാറ്റി നമുക്ക് വിടുതൽ നൽകും. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും യേശുവിൻ്റെ നാമം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായി ക്ഷമിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ക്ഷമയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ട് എങ്കിൽ നമുക്ക് ആ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. മർക്കോസ് 11:25, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് നമ്മുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇതുപോലെ പിഴകളുണ്ട് എങ്കിൽ, അവരോട് ക്ഷമിപ്പാനായിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ, ഹൃദയത്തിൽ നമുക്ക് ഒരാളുടെ അടുത്ത് വൈരാഗ്യമുണ്ട്, വിദ്വേഷമുണ്ട്, പകയുണ്ട്, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നമുക്ക് കിട്ടുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവരോട് പറയണം, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ വ്യക്തിയോട് ഹൃദയപൂർവ്വം ഞാൻ ക്ഷമിക്കുന്നു. ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ ഹൃദയം വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കുക. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഡിഗ്നിറ്റി ഒന്നും പോകത്തില്ല. നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകണം, പ്രാർത്ഥന ദൈവം കേൾക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും പറ്റിപ്പോകുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞത് സ്ഥിരതയോടെ അവർ പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് എപ്പോൾ കുഴപ്പമെന്ന് ചോദിച്ചാൽ മടുപ്പ് അവർ ജീവിതത്തിലുണ്ടാകും. ലൂക്കോസ് 18:1 പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞത്. അപ്രകാരം ഒരു ഉപമ തന്നെ യേശു കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ മടുത്തു പോകരുത്. അപ്പോൾ മടുത്തു പോകുക എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. മടുപ്പുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ, വേദനകൾ, നിരാശകൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മടുപ്പുകൾ വരും. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ദിവസം പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലല്ലോ, ഞാൻ മടുത്തു പോവുകയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയം തുറന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അടുത്തതായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്ക് പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, മറുപടി ലഭിക്കുമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവ ഉത്തരം തരാൻ പോകുന്നു എന്ന് നമ്മൾ പ്രതീക്ഷയോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഫിലിപ്പിയർ 4:6 പറയുന്നു, ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ വിചാരപ്പെട്ട് നമ്മുടെ മനസ്സ് നമ്മൾ കലക്കാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സന്തോഷം പലപ്പോഴും ലഭിക്കാറില്ല, സമാധാനം ലഭിക്കാറില്ല. പ്രാർത്ഥിച്ചിട്ടും ദീർഘദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കരുത്. ആ ഒന്നിനെ പറ്റി നമ്മൾ വിചാരപ്പെട്ട് മനസ്സ് കലക്കിക്കളയരുത്. നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട്, നമ്മൾ ഭാരപ്പെടുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടാതെ എല്ലാറ്റിനും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ പറയണം. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾ പറയുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ നമുക്ക് മറുപടി നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യമാണ്.
ഞാൻ അടുത്തതായി നമ്മൾ വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. വിനയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 2 ദിനവൃത്താന്തം 1:14 പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമില്ലാതെ, നിഗളമില്ലാതെ, ഞാൻ എന്തോ വലിയ ആളാണ് എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഈ ലോകത്ത് നമ്മളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നമുക്ക് എന്തെങ്കിലും കഴിവുള്ളത് കൊണ്ടോ എന്തെങ്കിലും ശക്തിയുള്ളത് കൊണ്ടൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ ഈ ഭൂമിയിൽ വിട്ടു പോകുമ്പോൾ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ഒരു ദൈവ പൈതലായിട്ട് ദൈവം നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. നമുക്ക് അഹങ്കരിക്കുവാനോ നിഗളിക്കുവാനോ നമുക്ക് പ്രശംസിക്കാനോ നമുക്കൊരു കാര്യമില്ല. നമുക്ക് പൗലോസ് തന്നെ പറയുന്നുണ്ട്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ, ക്രൂശിൽ പ്രശംസിക്കട്ടെ. കാര്യം നമുക്ക് അവിടെ നിന്നാണ് വിടുതൽ വരുന്നത്. അവിടെയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. നമ്മൾ തിരിച്ചറിയണം നമ്മളെവിടെയാണ് ആയിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമ്മൾ അഹങ്കരിച്ച് പ്രാർത്ഥിക്കരുത്, നിഗളത്തോടെ പ്രാർത്ഥിക്കരുത്. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള അഹങ്കാരങ്ങളും നിഗളമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുന്നത്. ഈ അഹങ്കാരവും നിഗളവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. എന്തെങ്കിലും ഒരു സമ്പത്തുണ്ടാകുമ്പോൾ നമ്മൾ നിഗളിച്ചു പോകാറുണ്ട്, അഹങ്കരിക്കാറുണ്ട്. എന്തെങ്കിലും നന്മകൾ കിട്ടുമ്പോൾ, ഇല്ലെങ്കിൽ നല്ല ജോലികൾ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ വഴികളെ തുറന്നു വരുമ്പോൾ, നല്ല കുടുംബജീവിതം കിട്ടുമ്പോൾ, ലോകത്തിൽ എന്തൊക്കെ നന്മ കിട്ടിയാലും, ലോകത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് എന്ത് കിട്ടിയാലും ഇതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്പപോലും നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് അഹങ്കരിക്കരുത്. നിഗളം നമ്മുടെ ജീവിതത്തിൽ പാടില്ല. നിഗളികളോട് ദൈവം മറുത്തു നിൽക്കുകയാണ്. നിഗളികളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ നമ്മൾ നിഗളിക്കാതെ താഴ്മയുള്ള വ്യക്തിയായിട്ട് ജീവിക്കണം. മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ താഴ്മയുള്ള വ്യക്തികളായിരിക്കണം. ദൈവസന്നിധിയിലും താഴ്മയുള്ള വ്യക്തികളായിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മ നമ്മൾ കാണിക്കുന്നവരല്ല. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് തൂക്കി നോക്കുന്നത്. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നത് കൊണ്ട് ഹൃദയം നമ്മൾ എപ്രകാരമാണ് എന്ന് ദൈവം നമ്മൾ നോക്കുന്നു എപ്പോഴും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള അഹങ്കാരങ്ങൾ, നിഗളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ട് കളയുക. ദൈവസന്നിധിയിൽ താഴ്മയോടെ നമ്മളായിരിക്കുക. നമ്മൾ പ്രതീക്ഷയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. യാക്കോബ് 1:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്ന് പകൽ നമ്മൾ ധ്യാനിച്ചത്. അതിൽ ഒന്നിനെ പറ്റിയും നമ്മൾ സംശയിക്കാൻ പാടില്ല. സംശയം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ മറുപടി കിട്ടാൻ വളരെ പാടാണ്. സംശയം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുമോ? പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നത്? നാളെ എങ്ങനെയായി തീരും? ഇങ്ങനെ പലതിനെ ചുറ്റിയുള്ള കാര്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തും. അപ്പോൾ നമ്മുടെ സംശയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ സംശയിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കണം. സംശയിക്കുന്ന ഒരു വ്യക്തി കാറ്റ് എപ്രകാരം അടിക്കുന്നുവോ, കാറ്റടിക്കുന്ന ഒരു അലയിൽ ഒരു കടൽ തിരയ്ക്ക് സമനായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നത്. അപ്പോൾ ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സംശയിക്കാതെ ധൈര്യത്തോടുകൂടെ പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്താൽ കൃപയാൽ നീതീകരിക്കപ്പെട്ട വ്യക്തികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്വന്തം കഴിവിലല്ല നാം നീതീകരിക്കപ്പെട്ടത്, കൃപയാൽ നാം നീതീകരിക്കപ്പെട്ട വ്യക്തികളാണ്. ആ നീതിബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നീതിബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. ഇനി നാം നോക്കാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ പ്രാർത്ഥനകൾ കൊണ്ട് ദൈവത്തെ നമുക്ക് പിടിച്ചു കുലുക്കുവാനായിട്ട് പറ്റും. എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് പിടിച്ചു കുലുക്കുവാനായിട്ട് പറ്റുന്നത്? പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഈ ലോകത്ത്, പാപകരമായ ലോകത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ, വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, ദൈവവചനം വായിക്കുവാൻ സഹായിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറണം. അഭിഷേകം നമ്മൾ പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ചാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ കോൺസ്റ്റൻ്റായിട്ടുണ്ടാകണം. ഓരോ ദിവസവും ആ ബന്ധം പുതുക്കി കൊണ്ടുവരണം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പൗലോസ് തന്നെ പറയുന്നു, നിങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനം 6:18 നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ പൂർണ്ണ സ്ഥിരതയോടെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും തോറും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിപ്പാനിടയായിത്തീരും. അകത്തെ മനുഷ്യൻ നമ്മൾ ബലം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അകത്തെ മനുഷ്യൻ പലപ്പോഴും പല വ്യക്തികളുടെ ജീവിതത്തിനകത്ത് അകത്തെ മനുഷ്യൻ വളരെയധികം തകർന്ന അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ തകർന്നിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തേയില്ല. അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് ഓടാനായിട്ട് പറ്റത്തില്ല. അവരുടെ ജീവിതത്തിൽ വളരെയധികമായ പ്രയാസങ്ങളുണ്ട്, വളരെയധികമായ വേദനകളുണ്ട്. അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് എപ്രകാരമായി തീരുമെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല. കാര്യം ദൈവവുമായിട്ടുള്ള ബന്ധം അവരുടെ ജീവിതത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, പ്രാർത്ഥന, പ്രത്യേകിച്ചും നമ്മൾ വചനം പറയുന്ന അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് നാട്ടുകാരെ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ള സഭയിലുള്ള വ്യക്തികൾ കേൾക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് അന്യഭാഷ ഉണ്ട് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ എനിക്ക് അഭിഷേകം ഉണ്ട് എന്ന് നാലാൾ അറിയാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണമെങ്കിൽ നമ്മൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ പഠിക്കണം. രഹസ്യത്തിൽ മീൻസ് വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വ്യക്തിപരമായിട്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം. നമ്മുടെ ഒറ്റയ്ക്ക് നമ്മുടെ റൂമിൽ ആയിരിക്കുന്ന സമയം കിട്ടുമ്പോഴൊക്കെ അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും തോറും ആ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകും. ആ വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടത്. ഇല്ലാതെ അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആ ബന്ധമില്ലാതെ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും നമുക്ക് വിരക്തി ഉണ്ടാകും. പ്രാർത്ഥനയുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ബന്ധമില്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി കിട്ടാത്തത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടൊരു താല്പര്യവും ആഗ്രഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വാക്കാണ് അന്യഭാഷ നമുക്ക് കിട്ടിയെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവ് ഇതുപോലെ എനിക്ക് ഇനിയും അന്യഭാഷകൾ കൊണ്ട് പ്രാർത്ഥിപ്പാൻ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണം, അതിനായി എന്നെ ഒരുക്കണമേ. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഏറ്റവും അവസാനമായി നമ്മൾ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവവചനങ്ങൾ നമ്മൾ പറയണം. ഓരോ വചനവും നമ്മൾ എടുത്ത് പറയണം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാമ്പത്തിക മേഖലകൾക്ക് ഒരു വിടുതൽ കിട്ടുവാൻ ഇപ്രകാരമാണ് വചനങ്ങൾ നമ്മളത് കണ്ടെത്തി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം തൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ ധനത്തിന് തുണ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തിന് ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് രോഗസൗഖ്യം ആവശ്യമാണ് എങ്കിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. രോഗശാന്തിയുടെ വചനം നമ്മൾ കണ്ടെത്തണം. ദൈവവചനം നമ്മളതിന് സമയം നമ്മൾ കണ്ടെത്തി വായിക്കണം. മറ്റുള്ള ഈ ലോകത്തിനുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിച്ച് സമയം പാഴാക്കി കളയാതെ നമ്മൾ കഴിയുന്നതും ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാനായിട്ട് സാധ്യമാണ്. ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അങ്ങനെ സമയം ചെലവഴിച്ചത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റും നമുക്കില്ല. നമുക്ക് സമയം നഷ്ടമാണ്. നമുക്ക് സമയം അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. പക്ഷേ സമയം നമ്മൾ പാഴാക്കി കളയാതെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ ഭവനത്തിലുള്ള വ്യക്തികൾ, നമ്മുടെ കുടുംബത്തിൽ ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ ഒരു സ്വാർത്ഥമായ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വാർത്ഥമായി പ്രാർത്ഥിക്കാതെ നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അധികാരികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം.
അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാഹചര്യം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം കണ്ടെത്തുവാനായിട്ട് സാധ്യമാണ്. ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും പ്രവചനങ്ങൾ കേൾക്കാറുണ്ട്, ദൂതുകൾ കേട്ടിട്ട് പലപ്പോഴും അത് നിവൃത്തിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഭാരത്തോടെ വിളിക്കാറുണ്ട്. അപ്പോൾ ദൈവം നമുക്കൊരു വാഗ്ദത്തം പറയുമ്പോൾ, ദൈവം നമുക്കൊരു ദൂത് കൈമാറുമ്പോൾ അത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അത് കർത്താവേ, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് പ്രാപിക്കണം. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതുവരെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഒരു ദിവസം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. 2 ദിവസം പ്രാർത്ഥിച്ച് കിട്ടിയില്ല, 2-3 ദിവസമായി, അതുകൊണ്ട് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തരുത്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതുവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് എത്ര വർഷമായിരുന്നാലും, എത്ര നാളുകളാണെങ്കിലും മറുപടി കിട്ടുന്നതുവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമാണ്. പ്രാർത്ഥിക്കാത്ത ഒരു ജീവിതത്തിൽ ദൈവത്തിന് ആക്സസ് ഉണ്ടാകത്തില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥനയെന്ന് പറയുന്നത് അത് 1 വേ കോൺവെർസേഷൻ അല്ല, അത് 2 വേ കോൺവെർസേഷനാണ്. ഞാൻ അങ്ങോട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവം നമ്മോട് സംസാരിക്കാനായിട്ട് വില്ലിങ്ങാണ്. നമുക്ക് കേൾക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ടാകണം. പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഓടിപ്പോകുന്ന വ്യക്തികളല്ല. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയത്തിന് കർത്താവിന് മറുപടി നൽകണം. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം സംസാരിക്കുന്നത് ദൈവിക വെളിപ്പാടിലൂടെ ആയിരിക്കാം, ദൈവശബ്ദത്തിലൂടെ ആയിരിക്കാം, ദൈവവചനത്തിലൂടെ ആയിരുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്ന ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ചില വചനങ്ങൾ നമ്മൾ അതിങ്ങനെ ചാടി വരുന്നത് പോലെ തോന്നും. നമ്മുടെ ആത്മാവിൽ പ്രകാശനം ലഭിക്കാനിടയായിത്തീരും. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവവചനം നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് നിലനിൽക്കുവാനായിട്ട് പറ്റുന്നത്. നമുക്ക് വചനം സംസാരിക്കുന്നില്ല എങ്കിൽ, വചനം നമുക്ക് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. സമയം കണ്ടെത്തി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസി ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. അപ്പോൾ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. ദൈവം പ്രവർത്തിക്കാൻ പറ്റില്ല. ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, കോളേജിൽ പഠിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം. ഏത് മേഖലയിലാണ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ശുശ്രൂഷ മേഖലയിലായിരിക്കാം, എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ മണിക്കൂറുകൾ കണക്ക് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് കൂടെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉപവസിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ഉപവസിച്ചും പ്രാർത്ഥിക്കണം. 21-40 എല്ലാവർക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷേ 1 ദിവസമോ 2 ദിവസമോ നമുക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ റൂമിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ചെന്ന് നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ പറയണം, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതിനായി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമായി തീരും. അപ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മകളുമായി ബന്ധമുണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥിക്കുന്ന കൂട്ടുകെട്ടുകൾ നമുക്കില്ല എങ്കിൽ നമ്മൾ മടുത്തു പോകും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സർക്കിൾ നമുക്കുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന കുറച്ച് കൂട്ടുകാരുമായിട്ട് നമുക്കൊരു ബന്ധം എപ്പോഴും ഉണ്ടാകണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് അറിയാൻ പറ്റും. ആ വ്യക്തി ഭാരതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മണിക്കൂറുകൾ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ആഞ്ഞടിക്കുമ്പോൾ അതിനെ നമുക്ക് വിജയകരമായി തരണം ചെയ്യണമെങ്കിൽ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകത്തില്ല. സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ട്, അങ്ങയെ കാണുവാൻ എനിക്ക് താല്പര്യമുണ്ട്, അങ്ങയോട് പറ്റിയിരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നമുക്ക് പറഞ്ഞാൽ ദൈവം നിശ്ചയമായിട്ട് നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരും. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്നു. അപ്പോൾ അബ്രഹാമിന് ദൈവത്തിൻ്റെ ഒരു സ്നേഹിതനായിരിക്കാൻ പറ്റിയെങ്കിൽ നമുക്കും പറ്റും. നമ്മൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് എപ്രകാരമാണ് ദൈവത്തോട് ഒരു സ്നേഹിതനെ പോലെ സംസാരിക്കാൻ പറ്റിയെങ്കിൽ അബ്രഹാമിന് നമുക്കും അതുപോലെ പറ്റും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. നമ്മൾ പഠിക്കണം.
ഹൃദയത്തിനകത്ത് സങ്കുചിത മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാതെ വിശാലമായ ഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. ഹൃദയം നുറുങ്ങി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശാലമായിട്ട് പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നീ ഒന്നും മറച്ചു വയ്ക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം നഗ്നവും മലർന്നതുമായിട്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ കാണുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല, ഒളിച്ചു വെക്കാൻ പാടില്ല. എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ തുറന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആശ്വാസം കടന്നു വരുവാനിടയാകും. ദൈവിക സമാധാനം ഉണ്ടാകും. ഹൃദയത്തിനകത്തുള്ള ഭാരങ്ങളും വേദനകളെല്ലാം ദൈവം എടുത്ത് മാറ്റും. ഏത് നിസ്സാര കാര്യങ്ങളും ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളൊരു കാര്യം ആരംഭിച്ച് നോക്കിക്കുക, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും വിടുതലും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ദൈവ സാന്നിധ്യമില്ല എങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ മോശ പറഞ്ഞു, കർത്താവ് നീ അവനെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. കാര്യം നിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് വേണം, ദൈവത്തിൻ്റെ ആളത്വം വേണം. അപ്പോൾ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്നാണ്. അപ്പോൾ ദൈവമില്ലാതെ നമ്മളൊരു മേഖലയിൽ പോകാൻ പാടില്ല. കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുകയാണ്. നമ്മളത് തിരിച്ചറിയണം. അപ്രകാരം നമ്മൾ തന്നെ ഈ നല്ല ദിവസം ഒന്ന് ഒരുക്കാമോ? ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങളത് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രഭാതത്തിലും നമ്മൾ അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും കടന്നു വരിക. ഇന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ല, നിങ്ങൾ കരയേണ്ടതായ അവസരങ്ങൾ ദൈവം ഒരുക്കി തരത്തില്ല. ആരുടെ മുമ്പിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ആരുടെ മുമ്പിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ വിശ്വസിക്കുക, യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഈ നല്ല ദിവസം കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ജീവിതങ്ങളെല്ലാം കർത്താവ് രൂപാന്തരപ്പെടുത്തണം. കർത്താവെ പ്രാർത്ഥിക്കുവാൻ താല്പര്യമൊത്തോടെ കടന്നു വന്നിരിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും പറ്റാറില്ല. കർത്താവെ ആ തടസ്സങ്ങളെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ കർത്താവ് കൊടുക്കണം. പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആഗ്രഹം അവരുടെ ഹൃദയത്തിനകത്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭാരങ്ങളും വ്യാകുലതകളും ആകുല ചിന്തകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥകളിൽ മാറിപ്പോകട്ടെ. ഹൃദയത്തിൽ ദൈവിക സന്തോഷമുണ്ടാകട്ടെ, ദൈവിക സമാധാനമുണ്ടാകട്ടെ, ആശ്വാസമുണ്ടാകട്ടെ, വലിയ വിടുതലുകൾ കാണട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടുകൂടി പ്രാർത്ഥിപ്പാൻ, കർത്താവ് നീതിബോധത്തോടുകൂടി പ്രാർത്ഥിപ്പാനായിട്ടുള്ള കൃപ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നിൻ്റെ മക്കളെല്ലാവരെയും ഒരുക്കണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിപ്പാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തെ ജീവിപ്പാനൊക്കെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, മാനമഹത്വം കൊടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.